എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനമേത്? ഇതിൻ്റെ ആൻസർ ക്ലാസ് കേട്ടതിന് ശേഷം കമൻ്റായി അറിയിക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓപ്ഷൻ പ്രകാരം ഓരോന്നായി ചർച്ച ചെയ്യാം. ആദ്യമായി യോഗക്ഷേമ സഭ. 1908 സ്ഥാപിതമായ യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനും സ്ഥാപകനും വി.ടി. ഭട്ടതിരിപ്പാടാണ്. സഭയുടെ ആദ്യ സമ്മേളനം ആലുവയിൽ വെച്ച് നടന്നു. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. ഇതിന്റെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. മംഗളോദയമായിരുന്നു ഇതിന്റെ മുഖപത്രം. ഈ മുഖപത്രമായ മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയാണ്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം എന്നിവയാണ് സഭ പുറത്തിറക്കിയ മാസികകൾ. 1919 വി.ടിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം രൂപീകരിക്കപ്പെട്ടു. അതേപോലെ 1933 പേരമംഗലം സമ്മേളനത്തിൽ യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കി. കൂടാതെ അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നീ സംഘടനകളും വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചു. അടുത്തതായി നമ്മൾ നോക്കുന്നത് സമത്വ സമാജത്തെക്കുറിച്ചാണ്. 1836 വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. ജാതി ചിന്ത ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരെന്ന ബോധം സമൂഹത്തിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് സമത്വ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായാണ് സമത്വ സമാജം പരിഗണിക്കപ്പെടുന്നത്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ. 1921 ജനുവരി 14 പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ച സംഘടനയാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ. ഇതിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി പാമ്പാടി ജോൺ ജോസഫ് തന്നെയായിരുന്നു. പാറടി അബ്രഹാം ഐസക് ആയിരുന്നു സ്ഥാപക പ്രസിഡന്റ്. ഗോത്രമായി സംഘടിക്കൂ, മതപരമായല്ല എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. സാധുജന ദൂതനായിരുന്നു മുഖപത്രം. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും പാമ്പാടി ജോൺ ജോസഫ് തന്നെയായിരുന്നു. അവസാനമായി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 പൊയ്കയിൽ യോഹന്നാൻ എന്ന കുമാരഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇതിന്റെ ആസ്ഥാനം വരുന്നത് ഇരവിപേരൂരിലാണ്. അമരംകുന്ന്, ഉദയംകുളങ്ങര എന്നിവയാണ് ഉപ ആസ്ഥാനങ്ങൾ. ആദ്യാർ ദീപം ആണ് പ്രധാന പ്രസിദ്ധീകരണം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് കുമാരഗുരുദേവൻ എന്ന ആത്മീയ അപരനാമം ലഭിച്ചു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്